ഈ സെഷനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോഷർ, ഇന്റീരിയർ ആൻഡ് ബൗണ്ടറി ഓഫ് എ കോൺവെക്സ് സെറ്റ്. ഇതിനകത്ത് നമ്മൾ ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, കുറച്ച് ഡെഫിനേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എ പോയിന്റ്. Let x0 belongs to Rn and epsilon greater than 0, then the open ball with the center x0 and radius epsilon is called epsilon neighborhood of x0 and is denoted by n epsilon of x0. ഇപ്പോൾ നമ്മളിതിൻ്റെ വേർഡിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് എന്താണ്, x0 എന്ന് പറഞ്ഞൊരു പോയിന്റ് എവിടെയുണ്ട്, Rnകത്ത് നമുക്കുണ്ട്. ഒരു ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ്, അതായത് പോസിറ്റീവായിട്ടൊരു ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ x0 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ഈ എപ്സിലോൺ റേഡിയസ് ആയിട്ട് എടുത്ത് വരയ്ക്കാൻ പറ്റാവുന്ന ഒരു ഓപ്പൺ ബോളിനെയാണ് നമ്മൾക്ക് എന്ത് പേര് വിളിക്കുന്നത്, എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് x0 എന്ന് നമ്മൾ പേര് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യണത് n എപ്സിലോൺ ഓഫ് x0 എന്നാണ്. ഇനി ഇതിനെ നമ്മളൊരു സെറ്റ് നൊട്ടേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ ചുരുക്കി പറയാം, n epsilon of x0 is equal to set of all x such that mod x minus x0 അല്ലെങ്കിൽ norm x minus x0 less than epsilon എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പേര് വിളിക്കാം. ഇപ്പം നമ്മൾ സപ്പോസ് നമ്മളിത് Rnലത്തെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ R1 അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, റിയൽ നമ്പേഴ്സിനെ കഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്സിലോൺ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതൊരു ഓപ്പൺ ഇന്റർവെൽ ആയിരിക്കും. അതായത് ഇതാണ് നമ്മുടെ x0 എങ്കിൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ എപ്സിലോൺ എടുക്കുന്നു, അപ്പോൾ എന്താണ് x0 പ്ലസ് എപ്സിലോൺ. അതേപോലെ ഈ ഡിസ്റ്റൻസ് നമ്മൾ എപ്സിലോൺ എടുക്കുന്നത് എന്ത് കിട്ടും, x0 മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഓപ്പൺ ഇന്റർവെൽ എന്താണ്, x0 മൈനസ് എപ്സിലോൺ, x0 പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്ന ആളെന്ത് ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നെയ്ബർഹുഡ് ഓഫ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് x0 എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ R2വിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ R2ന്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്. അതിനകത്ത് ഈ പോയിന്റ് ആണ് x0 എങ്കിൽ ഇത് എപ്സിലോൺ ഡിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടാൻ പോകുന്നത്, ഒരു വൃത്തമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ R2ന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, ഒരു ഓപ്പൺ ഡിസ്ക് അല്ലെങ്കിൽ ഒരു ഓപ്പൺ സർക്കിൾ അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് x minus a whole square plus y minus b square y minus b whole square less than or equal to epsilon square. അതായത് സർക്കിൾ റേഡിയസ് എപ്സിലോണിന്റെ ചോടെ കിടക്കുന്ന എല്ലാ ആൾക്കാരെയാണ്, എല്ലാ പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ഓപ്പൺ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ R3 ആൻഡ് മോളിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനൊക്കെ എന്താ പറയേണ്ടത്, ഓപ്പൺ ബോൾ ആയിട്ടാണ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒന്ന് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോകുന്നത് ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിലേക്കാണ്. അപ്പോൾ ഓപ്പൺ സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് എ സബ്സെറ്റ് ജി ഓഫ് ദ സെറ്റ് Rn എന്ന് പറയുന്ന ആള് ഒരു ഓപ്പൺ സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ജിയിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം, x0 belongs to n epsilon of x0 which is contained in G for some epsilon greater than 0. അതായത്
എക്സ് നോട്ട് എന്ന് പറയുന്ന ആള് ജിയുടെ അകത്ത് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ എക്സ് നോട്ടിനും ജിക്കും ഇടയിൽ എന്ത് വരണം? ഒരു എപ്സിലോൺ നൈബർഹുഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത് എന്തായിട്ട് മാറി? ജി എന്ന് പറയുന്ന ആള് ഓപ്പൺ സെറ്റ് എന്നുള്ള കാര്യം നമ്മൾ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് Rnന്റെ ആള് ക്ലോസ്ഡ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? അതിന്റെ കോംപ്ലിമെന്റ്, അതായത് കോംപ്ലിമെന്റ് ഓഫ് കെ എന്ന് പറയുന്ന ആൾ എന്തായാൽ മതി? ഓപ്പൺ ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് കെനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ക്ലോസ്ഡ് സെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പേര് വിളിക്കും. അപ്പോൾ കെ കോംപ്ലിമെന്റ് ഇങ്ങനെ നൊട്ടേഷൻ കൊടുക്കാറുണ്ട്, ഇങ്ങനെ നൊട്ടേഷൻ കൊടുക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് കെ എന്ന് എഴുതാറുണ്ട്. അപ്പോൾ അത് ഓതേഴ്സിനനുസരിച്ച് ഒരുപാട് നൊട്ടേഷൻസ് എന്ത് ചെയ്യും? അവിടെ വരാറുണ്ട്. അപ്പോൾ അടുത്ത ഡെഫിനേഷനിലേക്ക് നമുക്ക് പോകാം. ഇന്റീരിയർ ഓഫ് എ സെറ്റ്. A point x in S which is a subset of Rn is said to be an interior point of S if there exists epsilon greater than 0 such that n epsilon of x contained in S. അപ്പോൾ എന്താ മനസ്സിലായത്? ഇന്റീരിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലായത്? എക്സ് എന്ന് പറയുന്ന ആള് ഇന്റീരിയർ പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് അല്ലെങ്കിൽ എക്സിന് സെന്റർ ആയിട്ടുള്ള ഒരു ഓപ്പൺ നൈബർഹുഡിനെ നമുക്ക് എന്തിനിടയിൽ കൊണ്ടുവരാൻ പറ്റണം? എസിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പേര് വിളിക്കും? എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? ഇന്റീരിയർ പോയിന്റ് ആണ്. ഇന്റീരിയർ പോയിന്റ് ഓഫ് എക്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? പേര് വിളിക്കും. അങ്ങനെയുള്ള എല്ലാ എസ്സുകളുടെയും കൂടിയെടുത്ത് അവരെ ഒരു സെറ്റാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഇന്റീരിയർ ഓഫ് എസ് എന്ന് പറഞ്ഞ പേര് വിളിക്കും. അതിനെ നമ്മൾ ഇൻറ്റ് എസ് എന്ന് പറഞ്ഞിട്ട് നൊട്ടേഷനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഓപ്പൺ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എസ് എന്ന് പറയുന്ന സെറ്റ് Rnന്റെ അത് ഓപ്പൺ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? കാരണം ഓപ്പണിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും നൈബർഹുഡിനകത്ത് കിടക്കണമെന്ന് ബൈ ഡെഫിനിഷൻ തന്നെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പൺ സെറ്റിനകത്തുള്ള എല്ലാ എലിമെന്റ്സും എന്ത് തന്നെയാണ്? ഇന്റീരിയർ പോയിന്റ്സ് ആണ്. എല്ലാ പോയിന്റ്സും ഇന്റീരിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറുകയാണ്? ഓപ്പൺ സെറ്റ് ആവുമായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എന്ത് ചെയ്യും? എസ് കണ്ടെയ്ൻഡ് ഇൻ Rn ഈസ് ഓപ്പൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എസ് ഈക്വൽ ടു ഇന്റീരിയർ ഓഫ് എസ്. എസ് എന്ന് പറഞ്ഞ സെറ്റും ഇന്റീരിയർ ഓഫ് എസ് എന്ന് പറഞ്ഞ സെറ്റും സെയിം ആവുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അതുപോലെ ഓപ്പൺ ആവുകയാണെങ്കിൽ എസ് എന്ന് പറയുന്നതും ഇന്റീരിയർ പറഞ്ഞ എസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്ത ഡെഫിനേഷനിലേക്ക് നമ്മൾ പോകുന്നു. ക്ലോഷർ ഓഫ് എ സെറ്റ്. Let S contained in Rn, a point x is said to be a cluster point അല്ലെങ്കിൽ accumulation point a point x is said to be cluster point or accumulation point of S if every neighborhood of x contains a point of S, other than x. അപ്പോൾ ഞാനത് R2ന്റെ കേസിനകത്ത് ഞാനത് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു നൈബർഹുഡ് എടുത്തു, വലിയ നൈബർഹുഡ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കാം. ഇതാണ് ഞാൻ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഡിസ്റ്റൻസിനെ എപ്സിലോൺ ആയിട്ട് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അല്ലെങ്കിൽ എപ്സിലോൺ 1 ആയിട്ട് എടുത്തിട്ട് ഞാൻ വൃത്തം വരച്ചപ്പോൾ അതിനകത്ത് എന്തുണ്ടായിരുന്നു? എക്സിലേതല്ലാത്ത കുറച്ച് മറ്റ് പോയിന്റ്സുകളും ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു?
അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എപ്സിലോൺ 1 എന്ന് പറഞ്ഞ റേഡിയസ് കുറച്ചിട്ട് വേറെ റേഡിയസ് എടുത്തു. അപ്പോഴും എനിക്ക് എന്തുണ്ട്, എക്സ് അല്ലാത്ത മറ്റൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന റേഡിയസിനെ ഞാൻ എപ്സിലോൺ 2 എന്ന് പറഞ്ഞ് വിളിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്, അതിനേക്കാൾ ചെറിയ മറ്റൊരു റേഡിയസിൽ എപ്സിലോൺ 3 എന്ന് പറഞ്ഞ റേഡിയസ് എടുത്തു. അപ്പോഴും അതിനകത്ത് എനിക്ക് എക്സ് അല്ലാതെ വേറെ ഒരു പോയിന്റെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാം, ഒന്നിലധികം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ഒരു പോയിന്റെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിലാണ് നമുക്ക് അതിനെന്ത് പേര് വിളിക്കാൻ പറ്റുള്ളൂ. ആ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം, ക്ലസ്റ്റർ പോയിന്റ് അല്ലെങ്കിൽ അക്കുമുലേഷൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേര് വിളിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഞാനൊരു എപ്സിലോൺ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ വീണ്ടും വരച്ചു. അപ്പൊ അതിനകത്ത് എനിക്ക് പോയിന്റുകൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പറയുന്ന ആള് എന്തല്ല, എക്സ് എന്ന് പറയുന്ന പോയിന്റ് ക്ലസ്റ്റർ പോയിന്റ് അല്ലെങ്കിൽ അക്കുമുലേഷൻ പോയിന്റ് അല്ല എന്ന് പറയും. അപ്പൊ അവളെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ നമ്മളിങ്ങനെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏതൊക്കെ നെയ്ബർഹുഡ്, എക്സിന്റെ ഏതൊക്കെ നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എക്സ് അല്ലാതെ മിനിമം ഒരു പോയിന്റ് എങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിന്റെ പേര് വിളിക്കും ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേര് വിളിക്കും. അപ്പോ ഇങ്ങനെയുള്ള കേസിനകത്ത് ഇപ്പോ എസ് എന്ന പറഞ്ഞ സെറ്റിനകത്തെ പോയിന്റ്സ്, അതുപോലെ തന്നെ അതിന്റെ ക്ലസ്റ്റർ പോയിന്റ്സ്, ഇവരെല്ലാം കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ക്ലോഷർ ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ക്ലോഷർ ഓഫ് എസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്ന് പറയുന്ന ആൾ എന്താണ്, അതിന്റെ ക്ലസ്റ്റർ പോയിന്റ്സിന്റെ കളക്ഷൻ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ നൊട്ടേഷൻ കൊടുക്കുന്നത് എസ് സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ പോയിന്റ്സ് ഓഫ് എസ്. ഇതിനാണ് നമ്മൾ എന്ത് സ്റ്റാർ എന്ന് വിളിക്കണേ. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ പോയിന്റ്സ് ഓഫ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്ലോഷർ ഓഫ് എസ്, അപ്പൊ അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ക്ലോഷർ എന്ന് പറയുമ്പോൾ സി എൽ ഓഫ് എസ് എന്ന് പറയുമ്പോൾ എസ്. അപ്പോൾ സി എൽ എസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അതിനെ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് എസ് ആൻഡ് സെറ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ പോയിന്റ്സ്. അപ്പോൾ എസ് എന്ന് പറഞ്ഞ സെറ്റ്, അതിനോട് കൂടി നമ്മൾ എന്ത് എടുക്കണം, എസ് സ്റ്റാർ എന്ന് പറയുന്ന പോയിന്റ്സിനെ കൂടി നമ്മൾ എന്ത് എടുക്കണം, സെറ്റിനും കൂടി യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടി, അതിന്റെ ക്ലോഷർ ഓഫ് എസ് എന്ന് പറയുന്ന ആളെ നമുക്ക് കിട്ടിപ്പോയി. അടുത്തായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ബൗണ്ടറി ഓഫ് എ സെറ്റ് ആണ്. എസ് എന്ന് പറയുന്ന ആള് ആറിന്റെ ഒരു സബ്സെറ്റ്, a point x not necessarily in S is called a boundary point of S if every epsilon neighborhood of X contains a point of S as well as a point not in S. അതായത് നമ്മൾ R2 കേസാണ് ഇവിടെയും പറയാൻ പോകുന്നത്. R2-നകത്ത് ഈ കാണുന്ന ആള് നമ്മുടെ സെറ്റ് എസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതിനാണ് ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ് ഞാൻ വിളിക്കുന്നു. ഈ പോയിന്റിന്റെ ഒരു നെയ്ബർഹുഡ് ഇതിന് എക്സ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ഒരു നെയ്ബർഹുഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ക്രിയേറ്റ് ചെയ്ത നെയ്ബർഹുഡിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ കിടക്കുന്ന പോയിന്റ്സ് എവിടെയാണ്, എസിന്റെ അകത്തുള്ളത്. ഈ കിടക്കുന്ന പോയിന്റ് ഏതാണ്, പുറത്തുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയസ് ഒന്നും കൂടി ചുരുക്കുവാണ്. അപ്പോഴും എനിക്ക് എന്ത് കിട്ടും,
ഇതൊന്ന് പുറത്തുള്ളത്, ഇതൊന്ന് അകത്തുള്ളത്. അങ്ങനെ എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അതേസമയം ഞാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്തു, ഞാൻ നൈബർഹുഡ് എടുത്തു. ഇത്രയും വലിയ നൈബർഹുഡ് എടുത്തപ്പോൾ എനിക്ക് സംഭവിച്ചു, ഇവിടെ ഒരു പോയിന്റും കിട്ടി, ഇവിടെ ഒരു പോയിന്റും കിട്ടി. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് നൈബർഹുഡിന്റെ സൈസ് ചെറുതാക്കി. അപ്പൊ എനിക്ക് എന്ത് മാത്രമേ ഉള്ളൂ, എസിനകത്തെ പോയിന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അതായത് എസിന് പുറത്തുനിന്നുള്ള ആളുടെ പോയിന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് ഏതൊരു എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും, അതായത് എത്ര റേഡിയസ് ചെറുതായി കഴിഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് എന്ത് വേണം, എസിനകത്തെ പോയിന്റ് വേണം, അതുപോലെ തന്നെ എസിന് പുറത്തെ പോയിന്റ് വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെന്ത് പേര് വിളിക്കാൻ പറ്റുള്ളൂ, ബൗണ്ടറി ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ബൗണ്ടറി പോയിന്റ് ഓഫ് എ സെറ്റ് എസ് എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള എല്ലാ ബൗണ്ടറി പോയിന്റുകളുടെയും കളക്ഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ബൗണ്ടറി ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബൗണ്ടറി പോയിന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ബൗണ്ടറി ഓഫ് എസ് എന്ന് പറഞ്ഞ പേര് വിളിക്കുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡോ എസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എ പോയിന്റ്, ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, ഇന്റീരിയർ ഓഫ് എ സെറ്റ്, ക്ലോഷർ ഓഫ് എ സെറ്റ്, ബൗണ്ടറി പോയിന്റ്സ് ഓഫ് എ സെറ്റ്, ബൗണ്ടറി ഓഫ് എ സെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്.